ഹലോ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വള്ളംകളിയുടെ വീഡിയോ ഒക്കെ വിട്ട് നമ്മുടെ ഡെയിലി വ്ളോഗിലേക്ക് ഞാൻ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വള്ളത്തിൻ്റെ വീഡിയോസൊക്കെ അങ്ങ് അപ്ലോഡ് ചെയ്തു. അങ്ങനെ രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയതല്ല, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് ചേട്ടൻ ബസ് ഇറങ്ങുന്നിടത്ത് വന്നായിരുന്നു കേട്ടോ. കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് വണ്ടിയിലല്ല പോകുന്നത്, അപ്പം ഞാൻ ബസ്സിലാണ് പോകുന്നത്, അതാണല്ലോ സേഫ്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കടയിൽ കയറി കുറച്ച് മുട്ടയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് വട കഴിക്കാനായിട്ട് തോന്നി. അങ്ങനെ നമ്മളൊരു കടയിൽ ഇറങ്ങി, അതായത് നമ്മുടെ ഒരു ഹോട്ടലിലേക്ക് ഇറങ്ങി. ആ ഹോട്ടലിൻ്റെ പേരെന്താണെന്ന് ഞാൻ ജസ്റ്റ് അങ്ങ് മറന്നുപോയി. അങ്ങനെ അതൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്കും വീട്ടിൽ പുട്ടും കടലയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ പുട്ടും കടലയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുളകൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഓണമൊക്കെ ആണല്ലോ വരുന്നത്, നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ മുളകൊക്കെ കഴിയപ്പോൾ ഇത്ര അഴുക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മുളകൊക്കെ ഇങ്ങനെ ഉണക്കുമായിരുന്നു. ഞാനും അമ്മയുടെ കൂടെ കൂടി കേട്ടോ. ഇങ്ങനെ ഒരു കമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നീക്കിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉച്ചക്കത്തേക്ക് ഇനി എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പം നമ്മളിന്ന് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതരിയുന്നതിൻ്റെ തിരക്കിലാണ് ഞാൻ. എന്നാലും അതിനിടയ്ക്കൂടെ ഞാൻ ടി വിയും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടി വിയൊക്കെ കണ്ടുകൊണ്ടാണ് അരിയുന്നത്. അപ്പോൾ ഇതേത് സിനിമയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതൊക്കെ പഴയ സിനിമകളാണ് നമുക്കിപ്പോഴും ഇഷ്ടം. അങ്ങനെ ഇതൊക്കെ അരിഞ്ഞു കൊടുത്ത് നമ്മുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വാട്ടർമെലൺ വാങ്ങിച്ചായിരുന്നു. അത് കട്ട് ചെയ്യാനായിട്ട്, അതൊരു വലിയ വാട്ടർമെലൺ ആയിരുന്നു. അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കുന്നതിനിടയ്ക്കാണ് നമ്മുടെ മോട്ടർ നിറഞ്ഞൊഴുകിയത്. അപ്പോൾ അതൊന്ന് അതൊന്ന് നിർത്തിയിട്ടാവാം ബാക്കി കട്ടിങ് എന്ന് കരുതി അത് നിർത്താനായിട്ട് പോയതാണ് കണ്ടത്. അങ്ങനെ നമ്മൾ വാട്ടർമെലണൊക്കെ കഴിച്ചു. ഇനി നമുക്കൊന്ന് ഉറങ്ങണം, കാരണം വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ കട്ട് ചെയ്യുമെന്ന് ഞാൻ നോക്കുകയാണ്. ചേട്ടൻ പറഞ്ഞു എനിക്ക് വലിയ പീസ് വേണം. എന്നാൽ പിന്നെ ഇത് വലിയ പീസ് ഇരിക്കട്ടെ എന്ന് കരുതി. അത് കഴിഞ്ഞ് നമ്മുടെ അരിയിരുന്ന ബക്കറ്റൊക്കെ നിറയെ അഴുക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓണം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെറുതായി ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബക്കറ്റൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പം ബക്കറ്റ് നന്നായി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തും അകത്തുമൊക്കെ ചെറുതായിട്ട് അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അരിയിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്, നമ്മൾ ചോറിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ബക്കറ്റൊക്കെ കഴുകി ഇനി നമ്മൾ എവിടെ വെക്കും എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോഗ്രാഫറിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, കാരണം ഇന്ന് ട്രൈപോഡല്ല. അങ്ങനെ നമ്മുടെ വീട്ടിലെ പേരയ്ക്ക കായ്ച്ചായിരുന്നു കേട്ടോ. അപ്പം അതിങ്ങനെ പറിച്ചു. അപ്പം തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബേബി പേരയ്ക്ക, അതായത് ഒരു കുഞ്ഞു പേരയ്ക്കയും കൂടെ പോയി. പിന്നെ ഞാൻ അതങ്ങ് മറവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പേരയ്ക്ക. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കാം. അതിനുശേഷം നമ്മൾ നടന്നു പോകുന്നത് നമ്മുടെ ബക്കറ്റ് കഴുകിയത് ഉണക്കാനായിട്ടാണ്. അപ്പം ബക്കറ്റൊക്കെ കഴുകി ഉണങ്ങട്ടെ. ആ സമയം കൊണ്ട് ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാൻ